ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഈ ഒരു അളവിലുള്ള പാൻറ്റാണ്. ഇത് കറക്റ്റ് അളവല്ല, ഇതിനെക്കാട്ടും 2 ഇഞ്ച് കൂടുതലായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇതാണ് തുണി വരുന്നത്. ഈ ഒരു തുണിയിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഈ ഒരു നേരെ തന്നെ കട്ട് ചെയ്യണം. ചെരിഞ്ഞ് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ചെരിഞ്ഞ് കട്ട് ചെയ്യുമ്പം ഈ ഒരു ഫ്ലവറൊക്കെ ചെരിഞ്ഞ് പോകും. അപ്പോൾ പാൻറ്റ് നേരെ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ അളവ് എത്രയാണ് എടുക്കുന്നതാണ്, അതെടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ ഇതിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ അളവ് ഞാൻ എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളവ് വരുന്നത് 22 കറക്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വേണം. അപ്പം 22 എന്ന് പറയുമ്പം 24 എടുത്തിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 26-ലാണ് ഞാൻ ഈ പാൻറ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെങ്ത്ത് വരുന്നത് 26 അതേപോലെ തന്നെ എത്ര വിടുത്ത് വേണം എന്നുള്ളത് 8 ഇതിൽ വിടുത്തുള്ളത്. അപ്പോൾ ഞാനൊരു 9.5 10 എന്നുള്ള രീതിയിൽ തുണിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 26 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം. തന്നെ തുണി ഞാനിതാ ഈ ഒരു രീതിയിൽ നിർത്തിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു രീതിയിലൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് അങ്ങനെ കിട്ടണം എന്നില്ല, ചെരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെങ്ത്തിൽ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 10 നമുക്ക് അളവ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 20 ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് മടക്കാം തുണി. അപ്പോൾ തുണി ഞാനിത് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 ഞാൻ പറഞ്ഞത്. ഒരിത്തിരി ഇതിൽ കൂടുതലുണ്ട്. ഇതും നമുക്ക് തുണി എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ഇഞ്ച് അധികമേ ഉള്ളൂ, ഒരു 1/2 ഇഞ്ച് അധികമേ ഉള്ളൂ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് അളവെടുക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവിലിതാ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. നമ്മൾ അളവ് എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ ഫ്ലവർ വരുന്നത്. അപ്പം നമുക്ക് പാൻറ്റ് ഈ ഒരു രീതിയിൽ കിട്ടണം. ഇങ്ങനെ ആയി പോകാൻ പാടില്ല, ഇങ്ങനെ തന്നെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടക്കിയത്. താഴേന്ന് മേലോട്ടേക്കാണ് ഞാൻ അളവെടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 26 നമുക്ക് അളവ് കിട്ടിയത്. അപ്പോൾ 26 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 26 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 ഞാൻ എടുത്തത്. 10 എടുത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ കുറച്ച് കുറയല്ലോ, അപ്പോൾ കുറച്ച് ലൂസിലും വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 26 എടുത്തത്. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഇവിടെ എലാസ്റ്റിക്കിൻ്റെ ഭാഗം, അതേപോലെ ഇവിടെ ബാക്കിൻ്റെ ഈ ഒരു ഭാഗം കൂടെ നോക്കണം. അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ഇതിൽ നോക്കാം. കറക്റ്റ് അളവ് വരുന്നത് 7 അതിൻ്റെ കൂടെ എലാസ്റ്റിക്കും കൂടെ ആവുമ്പം 9 വരിക. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 9 എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, മടക്ക് ഭാഗം അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അല്ലാത്ത ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 9 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെങ്ത്ത് ഞാൻ 9 എടുത്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 എടുത്തിട്ടുണ്ട്. 2.5 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്കിത് സ്ക്വയർ ആക്കി കൊടുക്കാം. ഇവിടെയും 2.5 അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതിങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് പാൻറ്റിൻ്റെ താഴത്തെ വെള്ളം എത്ര നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5 വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റിച്ചിങ്ങും ഒക്കെ കൂടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 8 എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ 8ലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ലെങ്ത്ത് എടുത്തത് 26 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10 എടുത്തത്. ഈ ലെങ്ത്ത് എടുത്തത് 9 എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 9 എടുത്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 8 എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സ്ക്വയർ വരച്ച് ഇവിടെ ഇങ്ങനെ റൗണ്ടാക്കി ഇതാ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്ത് പോകാൻ പാടില്ല, ഈ ഒരു റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണം. തുണിയും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഫ്ലവർ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇവിടെയാണല്ലോ ഫ്ലവർ വരുന്നത്. അപ്പം ഇവിടെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു പാൻറ്റിന് നമുക്കൊരു ടോപ്പും കൂടി അടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ടോപ്പിന് ഞാൻ 4 മടക്കാക്കിയിട്ട് തുണി ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഈ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ഒരു രീതിയിൽ ഞാൻ 4 മടക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈക്കുയും ഷോൾഡറും ഒക്കെ നമുക്ക് അടയാളപ്പെടുത്താം. അതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ടി. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കഴുത്ത് ഞാൻ എടുക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കഴുത്ത് എടുക്കുന്നത് 2.25 കഴുത്ത് ഞാൻ എടുക്കുന്നത്. കഴുത്തിൻ്റെ വിടുത്ത് 2.25 എടുക്കുന്നത്. ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് 4.5 4.5 എടുക്കുന്നതെന്ന് വെച്ചാൽ ഷോൾഡറിന് വേണ്ടിയിട്ട് കുറച്ചങ്ങ് പോവല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട് നെക്ക് 4.5 എടുക്കുന്നത്. അത് ഇത് റൗണ്ടിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് 3 അതും അതേപോലെ തന്നെ ഷോൾഡറിന് വേണ്ടിയിട്ട് കുറച്ച് പോകുന്നത് കൊണ്ട് തന്നെ 3 എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ റൗണ്ടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഞാൻ ഷോൾഡർ 3 എടുത്തത്. താഴെ ഇങ്ങോട്ടേക്ക് ഞാൻ 5.5 എടുക്കുന്നുണ്ട് കൈക്കുഴി. എന്നിട്ട് ഇതും കൂടെ സ്ക്വയർ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ റൗണ്ടാക്കി കൊടുക്കുക. കൈ ഇങ്ങോട്ടേക്ക് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കൈ ഇല്ലാത്ത ക്രോസ് പീസ് വെക്കുന്ന ടോപ്പാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടാണ് നമുക്ക് കഴുത്ത് കട്ട് ചെയ്യേണ്ടത്. കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണം. സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അടുത്തത് കഴുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്രണ്ട് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു രീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കഴുത്തിനും അതുപോലെ കൈക്കും വെച്ച് കൊടുക്കണം. കുറച്ച് പീസ് അധികം വേണം, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പാൻറ്റും അതേപോലെ അതിൻ്റെ ടോപ്പും ക്രോസ് പീസും ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഫസ്റ്റ് തന്നെ പാൻറ്റാണ് അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ മടക്കി അടിക്കണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി അടിക്കാം. മടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതെല്ലാം മടക്കി അടിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കുക. ഈ ഉൾഭാഗം നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ അറ്റം വരെ അടിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ മറ്റേ ഭാഗം അടിക്കണം. അത് രണ്ടും അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. രണ്ട് കാലിൻ്റെതും അടി മടക്കി അടിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഈ ഒരു ഭാഗവും അതുപോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗവും 2 ഭാഗവും അടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല ഭാഗവും അതേപോലെ ഇതിൻ്റെ നല്ല ഭാഗവും എടുത്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗവും എടുത്തിട്ട് ഇങ്ങനെ അടിക്കണം. ഇതിൻ്റെ ഈ ഒരു ഭാഗവും അതേപോലെ ഈ ഒരു ഭാഗവും ഇങ്ങനെ സെയിം ആയിട്ട് കിട്ടണം. എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി. അപ്പോൾ പാൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ പാൻറ്റ് വരുന്നത്. താഴെ അടിച്ചു, അതേപോലെ എല്ലാം ജോയിൻ ചെയ്തു, മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിന് എലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കണം. എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ മടക്കണം. മുന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എലാസ്റ്റിക്കിൻ്റെ അളവിൽ മടക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് വെക്കണം. ആ ഒരു രീതിയിൽ മൊത്തമായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാപ്പ് ആദ്യം ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നത് ഇങ്ങനെ മടക്കിയിട്ട് 10 ഇങ്ങനെ മടക്കിയിട്ട് 10. അപ്പോൾ ടോട്ടൽ 20. അപ്പം ഈ ഒരു രീതിയിലാണ് എലാസ്റ്റിക് എടുത്തത്. ഇനി നമുക്കിതാ ഈ ഒരു പിന്ന് വെച്ചിട്ട് എലാസ്റ്റിക് അതിനുള്ളിലാക്കി കഴിഞ്ഞിട്ട് ബാക്കി അടിക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഇവിടെ ഇങ്ങനെ നമ്മൾ റൗണ്ടാക്കിയിട്ട് ഇത് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലോണം അടിച്ചു കൊടുക്കുക. അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഇവിടെ ഗ്യാപ്പിട്ട ഭാഗം ജോയിൻ ചെയ്യണം. അത് ജോയിൻ ചെയ്ത് ഗ്യാപ്പിട്ട ഭാഗം ഇവിടെ ജോയിൻ ചെയ്യണം. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അടിച്ചും കഴിഞ്ഞിട്ട് കാണാം ബാക്കി. അപ്പോൾ ഇത് ഈ രീതിയിൽ അടിച്ചിട്ട് പെൻ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾ റൗണ്ട് ഇങ്ങനെ എലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ അടിച്ചു കൊടുക്കണം. അതും കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി. ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും അതേപോലെ ബാക്കുമാണ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. ഈ 2 ഷോൾഡർ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക.
എന്നിട്ട് നമുക്ക് കഴുത്തിനുള്ള ക്രോസ് പീസ് ഇതാ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. ക്രോസ് പീസും അടിക്കണം, ക്രോസ് ആക്കിയിട്ട് ഇതേപോലെ അടിക്കണം. ഞാൻ മുന്നേത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ക്രോസ് പീസ് എങ്ങനെ അടിക്കേണ്ടതെന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ രണ്ടും അടിച്ച് കഴിഞ്ഞിട്ട് അതേപോലെ ക്രോസ് പീസും അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് ഇതാ ഷോൾഡർ ഇവിടെയും അതേപോലെ ഇവിടെയും രണ്ടും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ക്രോസ് പീസ് ഇതാ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. നമുക്കിത് കഴുത്തിന് റൗണ്ടായിട്ട് ക്രോസ് പീസ് വെച്ച് കൊടുക്കാം. അതുപോലെ കൈക്കും ഇങ്ങനെ വെക്കാം. ആദ്യം ഞാൻ കഴുത്തിന് വെച്ച് കഴിഞ്ഞിട്ട് കൈക്ക് എങ്ങനെ വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കഴുത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് റൗണ്ടായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കൈക്ക് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല ഭാഗം അതുപോലെ ഇതിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾ റൗണ്ട് ഇവിടം വരെ എത്തണം. ഇവിടം വരെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം നമുക്ക്. അപ്പോൾ ക്രോസ് പീസ് രണ്ട് ഭാഗവും ഇതേപോലെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെയും കൂടി അടിക്കണം. ഇത് ഇങ്ങനെ ഒരു മടക്ക് മടക്കുക, രണ്ടാമത് ഇങ്ങനെ ഒരു മടക്ക് മടക്കുക, ഇങ്ങനെ മടക്കിയിട്ട് ഓൾ റൗണ്ട് ഇവിടം വരെ അടിക്കണം. അതുപോലെ രണ്ട് ഭാഗവും അടിക്കണം. രണ്ട് ഭാഗവും അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. നമ്മുടെ കഴുത്തും അതുപോലെ കൈക്കും ക്രോസ് പീസും ഒക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ആക്കണം. ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് എത്രയാണെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ 18 വരുന്നത്. 18 ആകുമ്പോൾ ഇവിടെ ഞാൻ 9 അടയാളപ്പെടുത്തിയിട്ടുണ്ട് നടുവിൽ. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ഞാനൊരു 7 ചെയ്യുന്നത് വണ്ണം. അതേപോലെ തന്നെ ഈ ഭാഗത്തും ഞാൻ 7 അടയാളപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന് നേരെ ഇങ്ങനെ നോക്കാം. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ സെക്കൻഡ് ഷേപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യണ്ട. ഇതും അതേപോലെ തന്നെ എത്രയാണെന്ന് നോക്കാം. 18 വരുന്നത്. ഇവിടെ സെൻറ്ററിൽ 9 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ടേക്ക് അതേപോലെ തന്നെ ഒരു കറക്റ്റ് ഞാൻ 7 തന്നെ ഒരു 7 ചെയ്യുന്നത്. 1/2 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 7 ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് 7 ചെയ്യുന്നത്. ചെറുങ്ങനെ ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പം ഇത് ഇവിടെയും അതേപോലെ ഇവിടെയും ഇവിടെ ഞാൻ 7 എടുത്തത്, ഇവിടെ ഞാൻ 7 എടുത്തത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരും. ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് എന്താക്കാം, രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും 2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെയും 2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാം, ഇവിടെ തൊട്ട് ഇവിടം വരെയും സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നോക്കാം ബാക്കി. ഇവിടെ നേരത്തെ അടയാളപ്പെടുത്തിയതുപോലെ ഇവിടെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടം വരെയാണ് ഞാൻ അടിച്ചത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. മേലോട്ടേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വണ്ണം കൂട്ടണോ കുറക്കണമെങ്കിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാനിങ്ങനെ നേരെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെയും ഞാനൊരു 1/2 ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു പീസ് ഈ ഒരു വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ഓപ്പൺ പോലെ അടിച്ചു കൊടുക്കാം. ഇത് നല്ല ഭാഗം എടുക്കുക. നല്ല ഭാഗം എടുത്തിട്ട് നമ്മൾ ചുരിദാറിനൊക്കെ സൈഡ് ഓപ്പൺ കൊടുക്കുന്ന പോലെ ഇവിടെ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഇങ്ങനെ മടക്കുക, പിന്നെ രണ്ടാമത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കുക. അതേപോലെ അപ്പുറത്തെ ഭാഗം അടിക്കണം. 2 ഭാഗവും അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി. രണ്ടിൻ്റെയും ഓപ്പൺ ഇതാ ചെറിയൊരു രീതിയിലുള്ള ഓപ്പണ് 2 ഭാഗത്തും ഇതാ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തായം കൂടെ ഇങ്ങനെ മടക്കി അടിക്കണം. 2 ഭാഗം കൂടെ തായം കൂടെ മടക്കി അടിക്കാം. അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഇതേപോലെ അടിച്ചെടുക്കേണ്ടത് ഇങ്ങനെ ഓൾ റൗണ്ട് അടിച്ചെടുക്കാം. പാൻറ്റും അതേപോലെ പാൻറ്റിൻ്റെ ടോപ്പും ഒക്കെ അടിച്ചിട്ടുണ്ട്. എലാസ്റ്റിക് വെച്ചിട്ടാണ് അടിച്ചത്. എലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയ കുട്ടികൾ ഒരു 5.5-6 വയസ്സ് 6-6.5 വയസ്സുള്ള കുട്ടികളുടെ പാൻറ്റും ടോപ്പുമാണിത്. അപ്പം ഇതേപോലെ തന്നെ വീഡിയോ ഇനിയും വരുന്നതാണ്. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.